ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സ്റ്റാലിൻ ജോസഫ് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, അന്ന് കൊല്ലപ്പള്ളിക്കാരും അപ്പച്ചനും തമ്മിൽ ഒരു രഹസ്യധാരണ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, എന്ത് രഹസ്യധാരണ? അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അന്ന് വൈജയന്തിയും ഞാനും തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് അപ്പച്ചൻ എതിർപ്പായിരുന്നില്ലേ? അന്ന് ആഗ്രയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പച്ചന് കൂട്ടുനിന്നില്ലേ? എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, അന്ന് വൈജയന്തിയുടെ അച്ഛൻ പുനലൂർക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണോ സ്റ്റാലിൻ ജോസഫ് വൈജയന്തിയെ കല്യാണം കഴിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞു, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല സ്റ്റാലിൻ വൈജയന്തിയെ കല്യാണം കഴിക്കുന്നത്, എനിക്ക് സമ്മതമല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ നിലപാടാണ്, അത് ഇത്ര തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, അന്ന് അപ്പച്ചൻ പറഞ്ഞില്ലേ ഞാൻ നാട്ടിലാണെന്നും ഇപ്പോഴേ ആഗ്രയ്ക്ക് തിരിച്ചു പോകില്ല എന്നും പറഞ്ഞില്ലേ എന്ന് പറയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, അന്നേരം എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു സ്റ്റാലിൻ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിലാണ്, അവൻ്റെ അമ്മക്ക് സുഖമില്ല, 2 ആഴ്ച കഴിഞ്ഞേ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, അന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആഗ്രയിൽ നിന്ന് വൈജയന്തിയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയാണ്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല, പിന്നെ അത് കഴിഞ്ഞല്ലേ നീ ആശുപത്രിയിലായത്, ICUവിലും വെന്റിലേറ്ററും ആയിട്ട് 3 മാസം അവിടെ കിടന്നില്ലേ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, അന്ന് ആ ബൈക്ക് ആക്സിഡൻറ്റ് വൈജയന്തിയുടെ വീട്ടുകാരുണ്ടാക്കിയതാണെന്ന് പിന്നെയല്ലേ നമുക്ക് മനസ്സിലായത്. എൻ്റെ കൂടെ ഉണ്ടായവർ ഒരാളും മരിച്ചില്ലേ? അപ്പച്ചൻ അന്ന് വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയതെന്ന് പറയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, നീ അന്നേരം വെന്റിലേറ്ററായിരുന്നു, നിൻ്റെ ജീവനായിരുന്നു നമുക്ക് പ്രധാനം. പിന്നെ ആക്സിഡൻ്റ് ആയ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽസും അറിയില്ല, ആരാണ് ഇടിച്ചതൊന്നും അറിയില്ല, പിന്നെ എങ്ങനെയാണ് ആ കേസിൻ്റെ വഴിയെ നമുക്ക് പോകാൻ പറ്റുക എന്ന് പറയാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട്, പണ്ട് കിട്ടാത്ത ഉത്തരങ്ങളെല്ലാം ഇപ്പോൾ എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം അവർ കരുതി കൂട്ടി ചെയ്തതാണെന്ന് പറയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, ലാലിച്ച ഇതൊക്കെ ഒന്ന് വിട്ടുകളാം, നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി, ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞേക്കെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെ അലീന കേട്ടോ. അലീന ന്യൂസ് പേപ്പറായിട്ട് വന്നിട്ട് ഡോറിൻ്റെ അടുത്ത് നിന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവാടി പെണ്ണേ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ചായ തണുത്ത് പോകും എന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ ആളുടെ കോൾ ഇതുവരെ വന്നില്ലേ അച്ഛാ, നമുക്ക് പിന്നെ അത് വിട്ട് കളയുന്നതല്ലേ നല്ലത്, വേറെ നോക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് 50 കിലോ ഭാരം എടുത്തിട്ട് തല വെക്കേണ്ടതൊന്നുമല്ലല്ലോ എന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കഴക്കൂട്ടത്തെ ഒരു ആയയുടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ എത്ര ശമ്പളം കിട്ടുമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, വലിയ ശമ്പളമൊന്നും കിട്ടില്ല എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ ആരെ നോക്കാനാ, അവിടെ KG സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ കുട്ടികളെ നോക്കാലോ എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ അതൊന്നും നോക്കണ്ട, ഇതൊന്ന് കൺഫേം ആകട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്ര ദേഷ്യത്തോട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ മടുത്തോ, ഇവിടുത്തെ വീടും വീട്ടുകാരൊക്കെയെന്ന്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിങ്ങനെ നാളെ പറഞ്ഞാൽ മതിയോ, എൻ്റെ വാക്കിനൊരു വില വേണ്ടേന്ന് പറയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ പോയിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കാനാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, മാഡം തിരിച്ചു വരണ്ടേ? അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മാഡം കുറേ ഇവിടെ തിരിച്ചു വരും, ഇവിടെ വന്നിട്ട് വേണം ഇച്ഛ എണ്ണ അവളെ കൊണ്ട് വരപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ദേഷ്യോത്തോടെ ബാലേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛനിങ്ങനെ ദേഷ്യപ്പെടില്ല, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ആൻ്റപ്പച്ചേട്ടനെയും പൗലോസിനെയും കേട്ടോ. ആൻ്റപ്പച്ചേട്ടൻ സ്റ്റീഫൻ്റെ വണ്ടി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഇവൻ അങ്ങ് കുട്ടപ്പനായല്ലോടാ, കേണൽ സാറ് എവിടെ ദൂരെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഈ കാറിനെ ഒന്ന് അനക്കാറുള്ളൂ, ഇത് എവിടേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആൻ്റപ്പച്ചേട്ടൻ പറയുന്നുണ്ട്, ഞാനൊന്നും ചോദിച്ചില്ല, അങ്ങോട്ട് ചോദിച്ചാൽ അറിയാലോ കേണൽ സാറിൻ്റെ സ്വഭാവം, എന്തിനാ വെറുതെ ആയിരുന്നു വാങ്ങിക്കുന്നതെന്ന് പറയാം. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, എന്തോ വശപ്പശക്കുണ്ട് എന്ന് പറയാണ്. അത് പറഞ്ഞു തരുമ്പോഴേക്കും സ്റ്റാലിൻ ജോസഫ് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, ബാഗും എടുത്തിട്ട്. കയ്യിലുണ്ടായ ബാഗ് ആൻ്റപ്പൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആൻ്റപ്പൻ കീ അങ്ങനെ കൊടുത്ത് കാറിനകത്ത് കയറുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് ഓർഡർ ചെയ്യുന്ന പോലെ ആൻ്റപ്പനോട് ബാഗ് എടുത്ത് വെക്ക്, അത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് ദേഷ്യത്തോടെ വണ്ടിയുടെ ആക്സിലേറ്റർ കൂട്ടി ചവിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോവുക കേട്ടോ. ആൻ്റപ്പനും പൗലോസും പറയുന്നുണ്ട്, ഇത് എവിടേക്കാണ് ഈ ചവിട്ടി പോകുന്നത് എന്ന് ചോദിക്കുകയാണ്.
പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെ കേട്ടോ. ബാലചന്ദ്രനെ ഒരു ചായയായിട്ട് അലീന മുകളിലേക്ക് റൂമിലേക്ക് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഞാൻ താഴോട്ട് വരാൻ നിൽക്കുക എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനൊരു എക്സസൈസ് ആയിട്ട് കൂട്ടിക്കോളാം. പിന്നെ അവിടെ രോഹിത് അച്ഛനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവൻ എൻ്റെ കൂടെയാണോ വരുന്നത്, അവൻ്റെ ബൈക്ക് ഇതുവരെ ശരിയായില്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല 2 ദിവസം കൂടി എടുക്കുമെന്ന് പറയാണ്. ആ സമയത്താട്ടോ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട്, ഞാൻ വരാം, നീ പോയിക്കോ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ചായ കുടിക്കാൻ മറക്കല്ലേന്ന്. എന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഫോൺ വിളിക്കുന്നത് സ്റ്റാലിൻ ജോസഫാണ്. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബിസി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞ് ഇല്ല, സംസാരിച്ചോളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പാലായിലേക്ക് വരുന്നുണ്ട്, ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തുമെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് തിരക്കൊന്നുമില്ല, വന്നോളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് പറയാനാണ് വന്നത്, സോറി എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനും വിളിച്ച് പറയാതെ ആണല്ലോ താങ്കളുടെ വീട്ടിലേക്ക് വന്നത് എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് വരുന്നത്, കടയിലേക്കാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാലിം പറയുന്നുണ്ട്, ഇല്ല ഞാനിവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കാം, അവിടേക്ക് വന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ സ്റ്റാലിൻ ജോസഫ് ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ബാലചന്ദ്രൻ വിടുന്ന ഇറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവൻ ഏത് ഫ്രണ്ടാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഏതാണെന്നറിയില്ല, അവൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ വന്ന ഉടനെ കയറിപ്പോയി, ഞാൻ പറഞ്ഞത് അച്ഛൻ കൊണ്ടുപോകുന്നു, അപ്പോൾ തന്നെ അവൻ കയറിപ്പോയി എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നത്, ആ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഓക്കെ അല്ലേ, അച്ഛൻ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അച്ഛൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ ചായ കൊണ്ട് തരുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് കടയിലെ കാര്യം ആലോചിച്ചതാന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, കടയിലത്തെ കാര്യം അച്ഛൻ വീട്ടിലേക്ക് കൊണ്ട് വരാറില്ലല്ലോ. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നത്, എനിക്കത് വിശ്വാസമായില്ലേന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല. അന്നേരം ബാലേന്ദ്രൻ പറയണേ, ശരി ഞാൻ എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ. കാറിൽ കയറിയ ഉടനെ തന്നെ സ്റ്റാലിൻ പിന്നെയും വിളിക്കുന്നുണ്ട്, ഞാനിവിടെ എത്തി, ഹോട്ടൽ നമ്പറൊക്കെ പറയാം കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങുക, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചിട്ടും കാറിൽ നിന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന കണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ പറ്റിയെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നുമില്ല, എങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, റൂമിലെ വാതിൽ ലോക്ക് ചെയ്തോന്ന് അറിയില്ല, നീ ഒന്ന് പോയി നോക്കണേന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ അതിന് റൂം ലോക്ക് ചെയ്യാറില്ലല്ലോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞേ, ആ റൂമിൻ്റെ കീ എവിടെയോ വെച്ചു, ഒന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞേക്കുക കേട്ടോ. ആ സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് ഇറങ്ങണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറയണം. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ബാലേന്ദ്രൻ കാറും കൊണ്ട് പോകുന്നുണ്ട്. അലീന വന്ന് നോക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇന്ന് പറ്റിയേ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീന ശരണ്യയെ ഫോൺ ചെയ്യുന്ന സീനാട്ടോ. അമ്മ വേഗം പോയി ശരണ്യക്ക് ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്, അലീന വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ശരണ്യ പഠിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യുമായിരുന്നു, പഠിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ശരണ ചോദിച്ചു, ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ലേ. അന്നേരം അലീന പറയുന്നുണ്ട്, വരാം, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞ് ശരണയുടെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മയോട് അലീന പറയുന്നുണ്ട്, അവൾ സന്തോഷത്തിലല്ലേ, അവളെ ശ്രദ്ധിക്കണം, ഫുഡൊക്കെ കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.